ഇതെന്തോ ഉണ്ടാക്കുന്നേ? നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉള്ളിക്കറി ഉണ്ടാക്കാം. അതായത് തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ നമുക്ക് വേഗം മസാലക്കൂട്ട് ഉപയോഗിച്ച് ഒരു ഉള്ളിക്കറി റെഡിയാക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളി. കൊച്ചുള്ളിയാണ്, കുറച്ച് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാടായ മധുരമാകുമല്ലോ, അതുകൊണ്ട് കുറച്ച് ഉള്ളി, അതിന് ഒരു 5 പച്ചമുളക്, കറിവേപ്പില, ഉലുവ, പിഴുപുളി ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിലിട്ട് അലിയിച്ച് വെച്ചേക്കുകയാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കടുക്, മഞ്ഞൾപ്പൊടി. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിലാകുമ്പോൾ നല്ല ഒരു രുചിയൊക്കെ കിട്ടും. നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ആവശ്യമുള്ള കടുക്, കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിൽ ശകലം ഉലുവയിട്ട് രണ്ട് കറിവേപ്പിലയും പച്ചമുളക്, ആവശ്യമുള്ള പച്ചമുളക് വെച്ച് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കുകയാണ്. നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി അതിനകത്തോട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വഴറ്റണ്ട, ചെറിയ ബ്രൗൺ കളറാകുമ്പോഴത്തേന് അത്രയും നേരത്തേക്കൊന്നും കേട്ടോ. ഒരു 5 മിനിറ്റത്തേക്ക് ഉള്ളി ഒന്ന് വേവാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കാം. എന്തായാലും നോക്കാം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ശകലം ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കലക്കി വെച്ചേക്കുന്ന പിഴുപുളി ഇതിനകത്ത് ഈ പുളിവെള്ളത്തിൽ കിടന്ന ഉള്ളി ഒന്നും കൂടെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടണം. ഈ അടപ്പ് തുറന്ന് നോക്കാം. നല്ല മണമുണ്ടല്ലോ. അതാണ് നല്ല വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ ഉള്ളി വാട്ടുമ്പോൾ നല്ല മണമാണ് കിട്ടുന്നത്. ഉള്ളിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണാണ് ചേർക്കുന്നത്. നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇച്ചിരി മധുരത്തിന് വേണ്ടി ഞാനൊരു ശകലം ശർക്കര ചേർക്കുകയാണ്. കറിക്ക് ഇച്ചിരി കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടി. നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.